ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളിൽ പലരും ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ് വാദം കൊണ്ട് അനവധി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വാദത്തിന് ഇംഗ്ലീഷിൽ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പ്രത്യേകിച്ചും പ്രായമായവരിലും ചെറുപ്പക്കാരിലും കുട്ടികളിലുമെല്ലാം ഇതുണ്ടാവാറുണ്ട്. ഇതിന് പരിഹാരമായി പല വീട്ടുവൈദ്യങ്ങളും പറയുന്നു. ഇതിൽ തുളസി ചായ ഒരു പ്രതിവിധിയായി പറയുന്നു. ഇത് കുടിച്ചാൽ വാദം മാറുമെന്നാണ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമ്മൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ആദ്യം ആർത്രൈറ്റിസ് അഥവാ വാദം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആർത്രൈറ്റിസിനെ പ്രധാനമായി രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രായവുമായി ബന്ധപ്പെട്ട ആർത്രൈറ്റിസ്. ഇതിനെ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് ഓട്ടോ ഇമ്മ്യൂൺ അഥവാ ഇമ്മ്യൂൺ മെഡിയേറ്റഡ് ആർത്രൈറ്റിസ്. ഇവിടെ രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുകയും ഇത് സന്ധികളുടെ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ചെറുപ്പത്തിലും സംഭവിക്കാം. കുട്ടികളിൽ പോലും ഈ പ്രശ്നം ഉണ്ടാകുന്നു. തുളസിയില പോലുള്ള ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നമ്മൾക്ക് വാദം മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ തുളസിയിലയിൽ ധാരാളമായിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ വേദന കുറയ്ക്കാനും സഹായിക്കുന്നു. തുളസി, മഞ്ഞൾ, ഇഞ്ചി, അശ്വഗന്ധ, ഗ്രീൻ ടീ, വെളുത്തുള്ളി തുടങ്ങിയ നിരവധി ഹെർബൽ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സന്ധികളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വേദന കുറയ്ക്കാൻ സഹായിക്കുകയും സന്ധികളുടെ കാഠിന്യം ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരിക്കൽ ആർത്രൈറ്റിസിനുള്ള ഒരു ചികിത്സാ വഴികൾ അല്ല. ഇത് തുളസിയില ഒരു ചെറിയ പരിഹാരം മാത്രം ആണെന്ന് കരുതുക. പക്ഷെ സോഷ്യൽ മീഡിയയിലും മറ്റും തെറ്റായ പ്രചരണമാണ് നടത്തുന്നത്. ഈ തുളസിയില കൊണ്ടുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാദം മാറും എന്നുള്ളതാണ്. അതിന് മറ്റുള്ള മരുന്നുകളൊന്നും കഴിക്കേണ്ട, അത് സുഖപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷെ തികച്ചും തെറ്റായ ഒരു വഴിയാണ്. ഇത് പരിഹരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ ഇത് ചായ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന്, നമ്മൾ കട്ടൻ ചായ തയ്യാറാക്കിയതിന് ശേഷം അതില് ഉണക്കിയ തുളസിയില അതിലിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിച്ച് അത് നമ്മൾ കുടിക്കുക. അതുവഴി നമുക്ക് വാദം ശമനം ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.